ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിനിജ എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വിനിജ. എനിക്ക് 29 വയസ്സുണ്ട്. യഥാർത്ഥ പേരല്ല കേട്ടോ. എൻ്റെ കല്യാണം എൻ്റെ 25ാമത്തെ വയസ്സിലാണ് കഴിഞ്ഞത്. ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ജോലിക്ക് പോയില്ല. അതിന് കാരണം ഭർത്താവാണ്. ഭർത്താവ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരാളായിരുന്നു. നല്ല സുന്ദരനും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നോക്കി കണ്ടും ചെയ്യുന്ന ഒരാൾ. ഭർത്താവ് ഒറ്റ മകനാണ്. അമ്മ മാത്രമേ ഉള്ളൂ. ഭർത്താവിൻ്റെ അച്ഛൻ തീരെ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. അതായത് അമ്മയുടെ കല്യാണം കഴിഞ്ഞ് അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭർത്താവ് മരിച്ചുപോയി. എങ്കിലും അമ്മ രണ്ടാമത് കല്യാണമൊന്നും കഴിക്കാൻ പോകാതെ കുഞ്ഞിനെ വളർത്തി ജീവിക്കുകയായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ സ്വത്തൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നടത്താനും അമ്മയ്ക്ക് പ്രശ്നമില്ല. മറ്റധികം ബന്ധുക്കളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ അത്യാവശ്യം നല്ല സാമ്പത്തിക നിലയിലാണ് അമ്മായിമ്മയും കഴിഞ്ഞിരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും പ്രായം തോന്നിക്കില്ല. എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചിയാണെന്ന് പറയും. അത്രയ്ക്കും സുന്ദരിയും സ്മാർട്ടുമാണ് അമ്മ. കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അമ്മ എന്നോട് പറഞ്ഞു, എടി നീ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി, അമ്മയായിട്ടങ്ങ് വലിയ രീതിയിൽ കാണണ്ട, എന്നെ ഒരു സുഹൃത്തിനെ പോലെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. പിന്നീട് അമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും കുട്ടികളൊന്നും ഇപ്പോൾ വേണ്ട, ഒരു 2-3 വർഷം അടിച്ചു പൊളിച്ചു പോകട്ടെ, അത് കഴിഞ്ഞ് മതി മോളെ. അല്ലാതെ എല്ലാവരും പറഞ്ഞ പോലെ ഉടനെ തന്നെ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി നിയന്ത്രണങ്ങളാകും എന്ന് അമ്മ പറഞ്ഞു. അമ്മയുടെ അനുഭവങ്ങളായിരിക്കാം. ആ കാര്യത്തിൽ അമ്മ പറഞ്ഞത് അനുസരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു സ്ട്രെസ്സുമില്ലാത്ത ജീവിതമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ അത് 2 വർഷം തികച്ചില്ല. അതിനു മുമ്പേ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അമ്മായിമ്മയ്ക്കും എനിക്കും താങ്ങാനാവാത്ത വിധം ഷോക്കായിരുന്നു. ഒരു 5-6 മാസം ഞാൻ അവിടെ നിന്നു. അമ്മ എന്നെ സമാധാനിപ്പിച്ചു, അമ്മയെ ഞാനും സമാധാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പച്ച പിടിച്ച് വരികയായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് മതി നിന്നത്, നീ ചെറുപ്പമാണ്, കുട്ടികളുമില്ല, അതുകൊണ്ട് നിൻ്റെ കല്യാണം 1 വർഷത്തിനുള്ളിൽ നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ലെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്നെ അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ചും കരഞ്ഞും ഒക്കെ രണ്ടാമതൊരു കല്യാണത്തിന് സമ്മതിപ്പിച്ചു. അയാൾ ഭാര്യയുമായി വിവാഹമോചനം ചെയ്ത ആളാണ്, കുട്ടികളില്ല, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാർക്ക് പിന്നെയും ഹാലിളകി. അങ്ങനെ കല്യാണം നടന്നു. പക്ഷേ ആ ദാമ്പത്യ ജീവിതത്തിൽ എനിക്ക് അത്ര വലിയ സംതൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ആണാണോ എന്നുള്ളത് ഇരുട്ടത്ത് ടോർച്ചടിച്ച് നോക്കണം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഒരു രീതിയിലും സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു. എങ്കിലും അമ്മായിയമ്മ ഞാൻ ഇടയ്ക്ക് വിളിച്ച് എൻ്റെ കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അമ്മ എനിക്ക് സുഹൃത്തിനെ പോലെയായിരുന്നു. ഈ പ്രശ്നങ്ങൾക്കിടയിലും എന്നും ഞാൻ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭർത്താവും വീട്ടുകാരും ഒക്കെ അറിയാതെ അമ്മയുടെ പല ആവശ്യത്തിനും ഞാൻ സഹായത്തിന് പോവുകയും ചെയ്യുമായിരുന്നു. എനിക്ക് എൻ്റെ അമ്മായിയമ്മയെ മറക്കാനേ പറ്റില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായിയമ്മ ഉണ്ടെങ്കിലും അവർക്കെന്നെ ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസ്. പോയി എനിക്ക് അങ്ങയുടെ കയ്യിൽ നിന്നും ഒരു ഗുണവുമില്ലാത്ത ജീവിതമാണുള്ളത്. വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അയാളുമായിട്ടുള്ള ജീവിതം മടുത്തു കഴിഞ്ഞപ്പോൾ വഴക്കുകൾ തുടങ്ങി. മാഡം, എൻ്റെ വീട്ടുകാർ എന്നെ ഇനി അങ്ങോട്ടേക്ക് സ്വീകരിക്കില്ല. അങ്ങനെയായപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മായിയമ്മ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത്രയും നാളും ഞാൻ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് പക്ഷേ എല്ലാം പറഞ്ഞ് ഞാനങ്ങ് കരഞ്ഞു. അമ്മായിയമ്മ ഷോക്കായി. എടി, ഇത്രയും നാളും നീ എൻ്റെ കൂടെ വന്നു, എന്നോട് സംസാരിച്ചു, എന്നിട്ട് നീ പറഞ്ഞത് നിൻ്റെ ഭർത്താവ് കുഴപ്പമില്ലെന്നല്ലേ? നീ ഇനിയും അവിടെ നിന്ന് ഒരു കുട്ടിയുടെ ആയിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം കുളവാകും. എൻ്റെ ഭർത്താവ് നല്ല സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ പുള്ളി മരിച്ചുപോയി. എങ്കിലും സ്വത്തും കഴിയാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ മകനെ വളർത്തി ഞാൻ ജീവിച്ചു. എനിക്ക് ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ആഗ്രഹങ്ങൾ ഞാൻ അമർത്തിപ്പിടിച്ചിട്ടുമില്ല. എനിക്കൊരു മോനുണ്ട്. 2ാം ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നത്. നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാതിരുന്നത്. നിനക്ക് കുട്ടികളില്ല, അപ്പം നീ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ്. ഇത് ഒരു രക്ഷപ്പെടില്ലല്ല, നീ വലിയ കുഴിയിലേക്ക് വീഴുകയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ വീട്ടുകാരോടും അങ്ങേരോടും ബൈ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒന്ന് താമസിക്കുക. അതിന് മാത്രം ബന്ധങ്ങളൊന്നും നമുക്ക് വേണ്ട. പക്ഷേ നമ്മൾ 2 പെണ്ണുങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നമുക്ക് ഈ വീട്ടിൽ ജീവിക്കാം. എനിക്കൊരു പ്രശ്നമില്ല. നിൻ്റെ മുൻ ഭർത്താവിൻ്റെ കുറേ സ്വത്തുക്കൾ നിനക്ക് എഴുതി തരുന്നതിലും എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിലും നിനക്ക് വേണ്ടി ഒരു FD ഇട്ടിട്ടുണ്ട്. അത് നിനക്കറിയില്ലെന്നേ ഉള്ളൂ. അതെല്ലാം നിനക്ക് തരാൻ മോളെ. നീ വാ, രണ്ടും കൽപ്പിച്ച്. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ഇനി ആണുങ്ങളുടെ തോളക്കേറി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു പോകരുത്. അതല്ലാതെ ഇവിടെ ഒന്ന് താമസിക്കുകയാണെങ്കിൽ നിന്നെ സംരക്ഷിക്കാനും നമ്മൾ ഒന്നിച്ചു പോകാനും ഞാൻ റെഡി. നീ ഒന്ന് 10 വട്ടം ആലോചിക്കൂ എന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത് കാര്യമായി എടുത്തില്ല. പക്ഷേ പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, കുട്ടികൾ, ഭർത്താവ്, കുടുംബം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ജീവിതം കുളമാകുകയുള്ളൂ.
നല്ലൊരു ഭർത്താവാണ്, നല്ല കുടുംബമാണെങ്കിൽ രണ്ടാം കല്യാണത്തിനും ഒരു പ്രശ്നവുമില്ല, കുട്ടികളും ഒരു കുഴപ്പമില്ല, പെണ്ണുങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കിടന്ന് വട്ടം കറങ്ങിയുള്ളൂ. എൻ്റെ ആദ്യ അമ്മായിമ്മ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ നിയമപരമായിട്ട് ഇപ്പോൾ എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ എനിക്ക് എന്തെങ്കിലും തരുമോ അതറിയില്ല, ഒന്നും അറിയില്ല. ഒരു കൈവിട്ട കളിയാണ്. അവരുടെ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടും, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ എനിക്ക് തീരുമാനമെടുക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി ആവശ്യമായിരുന്നു. അങ്ങനെ സഹിക്കാൻ വയ്യാത്തൊരു ദിവസം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഇനി നിങ്ങളോട് ഞാൻ താമസിക്കില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന്. ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടുകാർ എന്നോട് വഴക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെന്തായാലും അങ്ങനോട് പോകാൻ പറ്റില്ല, അപ്പോൾ നിങ്ങളോട് നിർത്തുകയില്ല. ഇനിയിപ്പം ഒരു വഴിയേ ഉള്ളൂ, ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും. അവർ പറഞ്ഞു അങ്ങോട്ട് ചെന്നാൽ മതി, അവർ കാത്തിരിക്കില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ പോവാണ്, നോക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ഭാഗ്യമെടുത്ത് ഇറങ്ങി. മാഡം, എല്ലാവരോടും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. അമ്മായിമ്മ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു കൂട്ട് ആവശ്യമായിരുന്നു. അങ്ങനൊരു ജീവിതം തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതം ശരിക്കും സന്തോഷകരമായി മാറി. ആദ്യത്തെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു വിഷമം. അതല്ലാതെ നോക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. അമ്മയും ഒരു കൂട്ട് തേടി നടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ദൂര സ്ഥലങ്ങളിൽ പോകണം. അങ്ങനെ ഞാനും അമ്മയും കൂടെ പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകാൻ തുടങ്ങി. പല ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. 2 പേരും കൂടെ അങ്ങ് പോകും. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല, ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരുമില്ല, ബന്ധുക്കളും അധികമില്ല, ഇഷ്ടംപോലെ പണവുമുണ്ട്. അങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മായിമ്മ പറഞ്ഞതാണ് കറക്റ്റ്. രസിച്ച് കറങ്ങി നടക്കുന്നതും കുടുംബജീവിതവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കുടുംബജീവിതത്തിന് എന്ത് മഹത്വം പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വതന്ത്രമായി ജീവിക്കുന്നതിൻ്റെ ത്രില്ല് വേറെ ഒന്ന് തന്നെയാണ്. ഞങ്ങൾ 2 പേരും ശരിക്കും ആ ജീവിതം എൻജോയ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടൗണിലെ മാളിലെ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ 2 പേരും കൂടെ പർച്ചേസ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല സുന്ദരൻ ചെറുപ്പക്കാരൻ എവിടെയോ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെയോ ഫേസ്ബുക്കിലെയോ കണ്ട് സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു. എന്തായാലും അമ്മായിമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഓടി വന്നു. ആ ആൻറ്റി, എന്തുണ്ട് വിശേഷം? ആ, നിങ്ങൾ 2 പേരും കൂടെ ഭയങ്കര ടൂറാണല്ലേ? ഞാൻ മിക്കവാറും ഫേസ്ബുക്കിൽ കാണാറുണ്ട്. എന്നിട്ട് നീ മെസ്സഞ്ചറിൽ എനിക്കൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ലല്ലോ. അത് പിന്നെ ഞാനങ്ങ് തിരക്കാണ്, പല കൊളാബറേഷൻസ് വരുന്നുണ്ട്. കൊളാബറേഷൻസ് പണ്ട് നിനക്ക് എന്തോരം ടൈമായിരുന്നു, ഇപ്പം നീ അങ്ങ് ബിസിയായി, വലിയ സ്റ്റാറായി എന്നൊക്കെ പറഞ്ഞ് അവർ 2 പേരും കൂടി സംസാരിച്ചു. ഇടയ്ക്ക് അയാൾ എന്നോടും കുശലം ചോദിച്ചു. എന്തായാലും അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇയാൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഉള്ളതല്ലേ, നിനക്കറിയത്തില്ലേ, നീ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഫേസ്ബുക്ക് തുറന്ന് അമ്മ കാണിച്ചു. ആ കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലേ. എടി അവൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നതാണ്, പിന്നെ എന്തോ ഷോർട്ട് ഫിലിമോ എന്തൊക്കെയോ ചെയ്യുന്നത് ചെക്കനാണ്. പിന്നെ സിനിമയിൽ അങ്ങോട്ട് തല കാണിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വലിയ താരനിരയുള്ള ചിത്രങ്ങളൊന്നുമല്ല, അങ്ങനെ ഒരാളാണ്, ഭയങ്കര ഫേമസ് ആ, പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല അമ്മ നമ്മുടെ ബന്ധുക്കാരാണോ? അമ്മയോട്ട് എന്താ ഇത്രയും കണക്ഷൻ? ഓ, ബന്ധുവൊന്നും അല്ലടി. ഞാനൊരു ദിവസം ഇവനിങ്ങനെ ഷർട്ടൊന്നുമില്ലാതെ 6 പാക്കും കാണിച്ച് ഒരു പാട്ട് അതിങ്ങനെ റീല് ചെയ്തു. അത് ഭയങ്കര വൈറലായിരുന്നേ. ആ സമയത്ത് ഞാൻ വെറുതെ ഇൻബോക്സിൽ, നിനക്ക് നാണമില്ലേ ചെക്ക, നിനക്കൊരു ഷർട്ട് ഇട്ട് നടന്നുകൂടെ, എത്ര പെണ്ണുങ്ങൾ കാണുന്നതാണ്, എത്ര കൊച്ചു പിള്ളേർ കാണുന്നതാണ്, എത്ര ആണുങ്ങൾ കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല വിളിച്ചമഞ്ഞ് ഒരു മെസ്സേജ് അയച്ചു. അവനെ ഒന്ന് പ്രകോപിപ്പിക്കുമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ഒന്ന് പറയാമല്ലോ, അവൻ്റെ ആ റീൽ ഞാൻ നന്നായി ആസ്വദിച്ചു. അപ്പോൾ അങ്ങനെ വളയ്ക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഇൻബോക്സ് മെസ്സേജ് ഇട്ട്? വളയ്ക്കണമെന്നൊന്നുമില്ല, ഞാനോർത്തു ഞാൻ ഒരു കളവി, ഇവനെ വളയ്ക്കാൻ പറ്റുമോ? എങ്കിലും ഒരു ആരാധനയുണ്ട്. ആരാധന വെച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും അവൻ ശ്രദ്ധിക്കില്ല. എങ്കിൽ പിന്നെ അവനെ ഒന്ന് ചൊറിഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു മെസ്സേജ് അയച്ചത്. പക്ഷേ എൻ്റെ ഒരു പടം അതിനകത്തുണ്ടല്ലോ, അത് കണ്ടിട്ടാകും ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് അല്ലേ മെസ്സേജ് ഇട്ടത്. പക്ഷേ തിരിച്ച് ആൻറ്റി സൂപ്പറാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ മെസ്സേജ് അയച്ചത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും എന്തോ ഒരു ഇഷ്ടം അവനോട് തോന്നി. അങ്ങനെ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നീ അന്ന് പോയ സമയമാണ്, മോനൊക്കെ മരിച്ച് നീ പോയൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാനും ഭയങ്കര ബോറടിച്ച് ഒറ്റയ്ക്ക് താമസിക്കുകയല്ലേ. അങ്ങനെ അവരൊരു 3-4 വട്ടം രാത്രി വീട്ടിൽ വന്നിട്ടുണ്ട്. അവൻ ഞാൻ അത്താഴമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് അമ്മായിമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. ശരിക്കും അവൻ അത്താഴം കഴിക്കാൻ വന്നതാണോ, വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അമ്മായിമ്മ എന്നെ നോക്കി. അത്താഴം എന്ന് പറഞ്ഞത് പുറമേ ഉള്ളൊരു പേരല്ലേ മോളെ, അവൻ അത്താഴവും മുത്താഴവും ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത് എന്ന് പറഞ്ഞ് അമ്മായിമ്മ കുലുങ്ങി ചിരിച്ചു.
അമ്മ സത്യമാണേ പറഞ്ഞത്, അതോ എന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തിനാ പറഞ്ഞത്? ഞാൻ സത്യമാണ് പറഞ്ഞത്. അന്ന് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ. അപ്പോൾ നല്ല സുന്ദരനായ ചെക്കൻ 2-3 തവണ എൻ്റെ വീട്ടിൽ അത്താഴം കഴിക്കാൻ വന്നാൽ നിനക്കെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു പ്രശ്നവുമില്ലേ, പക്ഷേ അമ്മ തള്ളുന്നതാണോ എന്നൊരു സംശയം. ഓ, നിനക്ക് സംശയമുണ്ട്. അത്രയും സുന്ദരനായ ചെക്കൻ എന്നെപ്പോലെ പ്രായം കൂടി ഒരു സ്ത്രീയുടെ അടുത്ത് എന്തിനാ വരുന്നത്? എടീ, അത് നിനക്ക് മനസ്സിലാകില്ല. നിനക്കതിനുള്ള പ്രായമില്ല. ശരിയാ, വീട്ടുകാർ പറഞ്ഞ ആളെ കല്യാണം കഴിച്ചൊരു സ്ത്രീയാണ് ഞാൻ. എനിക്കത് മാത്രമേ അറിയുള്ളൂ. എൻ്റെ 2 ബന്ധങ്ങളും ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിൽ എനിക്കൊരു ഗുണവും ചെയ്തില്ല. ഒരാൾ എന്നെ വിട്ട് എന്നേക്കുമായി പോയി, മറ്റാളെ കൊണ്ട് എനിക്ക് ഗുണവും ഉണ്ടായില്ല. അപ്പോൾ അമ്മായിയമ്മ എന്നെ സമാധാനിപ്പിച്ചു. മോളെ, അതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. മനുഷ്യരുടെ കാര്യം ആരാ തീരുമാനിക്കുക? അതൊന്നും ആർക്കും കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഈ കരയിലിരുന്ന് ഒരു ചൂണ്ടെടുത്ത് കടലിലിട്ടിട്ട് ചെറിയ ചെറിയ മീൻ പിടിച്ചു കഴിഞ്ഞ ശേഷം പറയുകയാണ്, അയ്യോ കടലിൽ ചെറിയ ചെറിയ മീനേ ഉള്ളേ, എനിക്ക് അത് മാത്രമാണ് കിട്ടിയെന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥം? കടൽ വിശാലമാണ് മോളെ. ഇത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോയി കപ്പലിലാണെങ്കിലോ അവിടെ വമ്പൻ സ്രാവോ തിമിംഗലത്തെ വരെ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാം. അതാണ് ജീവിതം. അല്ലാതെ നീ ഇങ്ങനെ കിടന്ന് ചെറിയ കാര്യങ്ങൾക്ക് അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അവൻ വന്നോ പോയോ എന്നൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ മോളെ, നീ പമ്പരം പോലെ ചുരുളഴിഞ്ഞ് പമ്പരം പോലെ വട്ടം കറങ്ങുക. നിൻ്റെ ആഗ്രഹങ്ങൾ നടക്കും. ഇങ്ങനെ സംശയവും നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്കിപ്പോൾ ഈ ചെക്കനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ലടി, ഞാൻ പറഞ്ഞില്ലേ അവൻ 5-6 വട്ടം വന്നിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവൻ്റെ തിരക്കിലേക്ക് പോയി. ഞാൻ അവൻ്റെ പുറകെ നടക്കാൻ പോയില്ല. ഇവനല്ലെങ്കിൽ വേറെ ഒരാൾ. നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്നേഹത്തിനും വേണ്ടി കേഴുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരു കാര്യം നീ ആലോചിക്കുക, ഒന്നും സ്ഥിരമല്ല. എല്ലാവർക്കും ആ ഒരു സമയത്തേക്ക് മാത്രമുള്ള സ്നേഹവും സാന്നിധ്യവും ഒക്കെ മതി. അത് മതി നമുക്കൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനോഹരമായിരിക്കും. പലരുടെയും സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് അച്ഛൻ മരിച്ച സമയം മുതലേ അങ്ങനെയുണ്ടോ? പിന്നെ ഞാൻ 2-3 വർഷം അടങ്ങിയിരുന്ന് കാണും, നിന്നെപ്പോലെ ശീലാവധിയായിട്ട്. അത് കഴിഞ്ഞ് എനിക്കൊരു കാര്യം മനസ്സിലായി. ആളുകൾ നോക്കുമ്പോൾ നമ്മൾ പതിവ്രതയായിരിക്കണം. ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ പതിവ്രതകൾ ചമയുകയും വേണം. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടേതായ കാര്യം വരുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ ആർക്കാണോ സാധിച്ചു തരാൻ പറ്റുന്നത് അവരെ നമ്മളുടെ വീട്ടിലേക്ക് അതിഥികളായി സ്വീകരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അന്ന് അമ്മായിമ്മ എന്നോട് അമ്മായിമ്മയുടെ വീരഗാഥകളൊക്കെ തുറന്നു പറഞ്ഞു. എനിക്കപ്പോഴാണ് മനസ്സിലായത്, അമ്മ കാണുന്ന പോലെയല്ല, ജഗജാലയാണ്. അങ്ങനെ അമ്മയുമായി ചേർന്നാണ് എൻ്റെ മനസ്സിലെ ആ ഒരു ഭയം ഞാൻ മാറ്റിവിട്ടത്. എനിക്കും എൻജോയ്മെൻറ്റ് വേണം, എനിക്ക് ജീവിതം അടിച്ചു പൊളിക്കണമെന്ന് അമ്മയാണ് എനിക്ക് ധൈര്യം തന്നത്. പക്ഷേ എനിക്കൊരു പേടി. അമ്മയെപ്പോലെ എനിക്ക് ആരോടും അങ്ങോട്ട് കയറി സംസാരിച്ചൊന്നും വശത്താക്കാനുള്ള കഴിവില്ല. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ നിന്നെ ഒരിടത്ത് കൊണ്ടുപോകാം. എൻ്റെ ഒരു സുഹൃത്താണ്, 35 വയസ്സുണ്ട്, ടൗണിലെ വലിയൊരു ബിസിനസ്സുകാരനാണ്. പുള്ളിക്ക് ടൗണിൻ്റെ നടുക്ക് തന്നെ വലിയൊരു വീടുണ്ട്. അവിടെ ചില ദിവസങ്ങൾക്ക് പുള്ളി തന്നെയായിരിക്കും താമസിക്കുന്നത്. ഭാര്യയും മക്കളുമൊക്കെ നാട്ടിലാണ്, അവരിങ്ങോട്ട് വരികയുമില്ല. പിന്നെ ഭാര്യയ്ക്ക് എന്തോ ബിസിനസ്സുണ്ട്, അവർ ഗൾഫിലൊക്കെ പോയി കുറേ കാലം നിൽക്കും. അങ്ങനെ ഒരു ഫാമിലിയാണ്. പുള്ളി എൻ്റെ അടുത്തൊരു കക്ഷിയാണ്. നിനക്കും അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്കൊന്ന് കാണാൻ പോകാം, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന്. എന്ത് സൗകര്യം അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇടീ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല, സേഫാണ്, നല്ല വീട്, നല്ല മുറി, ഇതൊക്കെയാണ് സൗകര്യം എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ പറഞ്ഞപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ട്. അങ്ങയുടെ ഫോട്ടോയും എന്നെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതീവ സുന്ദരനായ അങ്ങേരെ കാണാൻ എനിക്കും ആഗ്രഹം തോന്നി. എൻ്റെ മോഹത്തിൻ്റെയും ചിറകുകൾ മുളച്ചു തുടങ്ങിയിരുന്നു. അമ്മയുടെ കൂടെ കൂടി അമ്മയുടെ ആശീർവാദത്തിൽ എനിക്കും രംഗപൂജ നടത്തി തേങ്ങ ഉടയ്ക്കണമെന്ന് ഒത്തിരി ആഗ്രഹം. അങ്ങനെയാണ് അങ്ങരെ കാണാൻ ഞാൻ പോകുന്നത്. സാറെന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. കാര്യം അദ്ദേഹത്തിന് റെസ്പെക്റ്റുള്ള പെണ്ണുങ്ങളെ ഒത്തിരി ഇഷ്ടമാണത്രേ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സാറിനൊക്കെ വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അയാളപ്പോൾ അമ്മായിമ്മയോട് പറഞ്ഞു, ആഹാ കമലയുടെ മരുമോൾ അതീവ സുന്ദരിയാണല്ലോ, എന്തിനാണ് ഈ സുന്ദരിക്കുട്ടിയെ ഇത്രയും കാലം എൻ്റെ മുന്നിൽ നിന്നും മറച്ചു വെച്ചതെന്ന്. അപ്പോൾ അമ്മ കഥകളൊക്കെ പറഞ്ഞു. 2 വർഷം മകൻ്റെ ഭാര്യയായിരുന്നു, പിന്നീട് അങ്ങ് പോയി വേറെ കല്യാണം കഴിച്ചു, ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നതാണെന്ന്. അപ്പോൾ അങ്ങനെ രണ്ടോ പറഞ്ഞു, ഇതാണ് മോളെ നല്ല വഴി. നിൻ്റെ അമ്മായിമ്മ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന്.
ഞാൻ മെല്ലെ ചിരിച്ചു. അമ്മായിമ്മയും ഞാനും ഒരു സോഫയിൽ ചേർന്നിരിക്കുകയാണ്. അയാളാണെങ്കിൽ ഓപ്പോസിറ്റ് വശത്തും. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഒന്ന് ഇളകിയൊക്കെ ഇരിക്കാൻ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അയാൾ സംസാരിച്ചു കൊണ്ട് തന്നെ ഓരോരോ കൈക്കറികൾ എന്നെ നോക്കി കാണിക്കാൻ തുടങ്ങി. കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രദർശനം പോലെയായിരുന്നു. ഞാനത് കാണുന്നുണ്ട്. അമ്മായിമ്മയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ല. അവർ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് അയാൾ എനിക്ക് വേണ്ടിയാണ് ഇത്തരം കാട്ടിക്കുട്ടലുകളൊക്കെ കാണിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ അയാൾ മാടി വിളിച്ചു. അമ്മായിമ്മ ഭാവഭേദമൊന്നുമില്ലാതെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങയുടെ സെറ്റിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം എന്നെ നോക്കി ഒന്ന് കണ്ണടച്ചു. പിന്നെ അമ്മായിമ്മയും ഉയർച്ച താഴ്ചകളിൽ പങ്കെടുത്തു. എന്ന് വെച്ചാൽ അങ്ങേർക്ക് ഉയർച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടി അമ്മായിമ്മ സഹായിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിനു വേണ്ടി തന്നെയാണ് വന്നത്. എങ്കിലും ആ ഉയർച്ച താഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു നാണം തോന്നി, ഒരു സംഭ്രമവും. അമ്മായിമ്മ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒത്തിരി മുകളിലാണ്. അങ്ങേരാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തനായ ഒരാളാണ്. സാധാരണ ആണുങ്ങൾക്ക് കുറച്ചെങ്കിലും അടക്കവും ഒതുക്കമൊക്കെ രണ്ട് സ്ത്രീകളുടെ മുന്നിൽ കാണില്ലേ? ഇതിപ്പോൾ ഒന്നുമില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അയാൾ അമ്മായിമ്മയോട് ചോദിക്കുന്നു, എങ്ങനെയാ ഇവിടേക്കെല്ലാം അറിയാമോന്ന്. അപ്പം അമ്മായിമ്മ പറഞ്ഞു, അതെനിക്കറിയില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ വിശദമായിട്ട് ചോദിച്ചില്ല. അവൾക്ക് എല്ലാം അറിയാമെന്ന് തോന്നുന്നു. രണ്ട് പുരുഷന്മാർ ഇപ്പോൾ ജീവിതത്തിലുണ്ടായതല്ലേ, അപ്പോൾ അറിയാതിരിക്കാൻ വഴിയില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ ഒന്നും വേണ്ടിയില്ല. അമ്മായിമ്മ ഉടനെ വിളിച്ചിട്ട്, മോളെ ഇങ്ങോട്ട് വന്നേ, സാറിൻ്റെ അടുത്തിരുന്നേ എന്ന് പറഞ്ഞു. അടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ചെയ്ത പ്രവൃത്തികൾ തുടരാൻ അമ്മായിമ്മ എന്നോട് പറഞ്ഞു. ഞാൻ മടിച്ചാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അമ്മായിമ്മ ഉറക്കെ പറഞ്ഞു, ഇനിയിപ്പം നോക്കിയിരിക്കേണ്ട കാര്യമില്ല മോള് മുടി അങ്ങ് മേലെ കെട്ടിവെച്ച് തുടങ്ങാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പച്ചയ്ക്കാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനൊരു കാര്യം അനുഭവമില്ല മാഡം. ശരിയാണ്, രണ്ടാണുങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എങ്കിലും ഞാൻ ആ രംഗത്തേക്ക് ഒരു രംഗപടം ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പറഞ്ഞ അമ്മേ, അങ്ങൊരു എക്സ്പീരിയൻസ് എനിക്കില്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാറ് പൊട്ടിച്ചിരിച്ചു. ആ എക്സ്പീരിയൻസ് ആണ് സ്ത്രീകൾക്ക് ആദ്യം വേണ്ടത്. ഈ കടമ്പ കഴിഞ്ഞാൽ പിന്നെ ജീവിതം സ്മൂത്താകും. എനിക്കാണെങ്കിൽ വല്ലാത്ത ഭയാശങ്ക, ബുദ്ധിമുട്ട്. അമ്മായിമ്മ എൻ്റെ തലമുടിയിൽ പിടിച്ചോണ്ട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഇതങ്ങ് കറക്റ്റാകും എന്ന് പറഞ്ഞ് അവർ തന്നെയാണ് മാഡം എന്നെ വലിച്ചിഴച്ചത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനൊരു തുടക്കം വേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ അമ്മായിമ്മയും അങ്ങേരും എന്നെ ശരിക്കും ഒരു തടങ്കലിലാക്കിയ പോലെയായിരുന്നു. എനിക്കതിൽ നിന്ന് മോചനമില്ലായിരുന്നു. ശ്വാസം മുട്ടിപ്പോകുമെന്നോ ഛർദ്ദിക്കുമെന്നോ ഒക്കെ ഞാൻ ഭയന്നു. പക്ഷേ അണുവിട പോലും അവർ എന്നെ സ്വതന്ത്രയാക്കിയില്ല. അവസാനം വരെ അവസാനത്തെ അറിവുകളുടെ ഉറവകൾ അറിഞ്ഞ ശേഷമാണ് അവർ രണ്ടുപേരും എന്നെ സ്വതന്ത്രയാക്കിയത്. അപ്പോഴേക്കും ഇതുവരെ ഇല്ലാത്ത ഒരു മറുകര ഞാൻ കണ്ടു കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ശേഷം അമ്മായിമ്മ പറഞ്ഞു, സാരമില്ല, ഇത് ജീവിതത്തിൻ്റെ ഒരനുഭവമാണെന്ന് വിചാരിക്കൂ. അതെനിക്ക് ആദ്യം ഒരു ദുരനുഭവമായിരുന്നെങ്കിലും എതിർക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് റെഡിയായ ശേഷം രണ്ടാമത് സാധാരണ രീതിയിലുള്ള ഒരു ജീവിത നൗകയും തുഴച്ചിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ മടങ്ങി വന്നത്. മടങ്ങി വന്നപ്പോൾ അമ്മ എനിക്ക് ഒരു കെട്ട് നോട്ടെട്ടുകൾ എടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തന്നു. കണ്ടോ സാർ തന്നത്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ ലഘുവായില്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ആ നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ ലഘുവായിരുന്നു. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഇത്തിരി ബുദ്ധിമുട്ട് ആദ്യമുണ്ട്. എനിക്ക് മനസ്സിലായി. പക്ഷേ നീ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ നീ പരാജയപ്പെടും. അതുമാത്രമല്ല, നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങൾ നടക്കണം, അതിന് കൂടെ ഗുണം ഉണ്ടാകണം. എൻ്റെ സ്വത്ത് നിനക്കെഴുതി തന്നില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ നാളെ നമ്മൾ പിണങ്ങിയാൽ കൂടി നിൻ്റെ ജീവിതം ഒരിക്കലും പരാജയമാകില്ല. നിനക്ക് നല്ലൊരു സമ്പന്നത കൈവരിക്കാനാകും. പിന്നെ നീ ഒരു കാര്യം ഓർക്കുക, സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ഭാവമുണ്ട്, എല്ലാം ഇങ്ങോട്ട് വേണമെന്ന്. പക്ഷേ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും കിട്ടൂ എന്നുള്ളത് നീ മനസ്സിലാക്കണം. അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മോളെ ഇന്ന് നടന്നത്. അതുകൊണ്ട് നീ അത് സാറിൻ്റെ അടുത്ത് പോയി റിപ്പീറ്റ് ചെയ്യണം. സാറ് നിന്നെ ഒരു സകലകലാ വല്ലഭയാക്കുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സാറിൻ്റെ അടുത്ത് 3 മാസത്തോളം പല ദിവസങ്ങളായിട്ട് ഞാൻ പോയി. എനിക്ക് പോകുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പുതിയ പുതിയ അനുഭവങ്ങളും
പണവും ഒക്കെ കിട്ടി. അമ്മായിയമ്മ എനിക്ക് വലിയൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അകവും പുറവും എല്ലാം അറിയുന്നവളായി ഞാൻ മാറി. ഒരു പ്രശ്നവുമില്ല. എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്. അമ്മായിയമ്മയുടെ സ്വത്തൊന്നും എനിക്ക് ആവശ്യമില്ല. സാമാന്യം നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ അമ്മായിയമ്മ എന്നെ സഹായിച്ചു. ആദ്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ PhD എടുത്ത ഒരുവളാണ്. പിന്നീട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി മാഡം. സൂക്ഷിച്ചും കണ്ടും ശ്രദ്ധിച്ചുമൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് കോളേജിൽ പഠിക്കുന്നൊരു പയ്യനാണ്. അവൻ ഒരു റിച്ച് ഫാമിലിയിലെ അംഗമാണ്. അവനോട് എനിക്ക് ഒത്തിരി ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇതുവരെയും ഒഴിവാക്കിയില്ല. ഡോക്ടറെ കണ്ട് ഒഴിവാക്കണമെന്നും തോന്നാറുണ്ട്. എന്നാലോ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകണമെന്നും ശക്തമായി തോന്നുന്നു. ഒരേ തരം രീതിയാണ് തോന്നുന്നത്. അത് ഒഴിവാക്കണം തോന്നുന്നു. കുട്ടി വേണമെന്നും തോന്നുന്നു. അമ്മാമ്മയോട് പറഞ്ഞപ്പോൾ നിൻ്റെ ചോയ്സാണ്. റിസ്ക് ഏറ്റെടുക്കാമെങ്കിൽ എന്തിനും ഞാൻ കൂട്ടു നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാഡം, എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ വേണ്ടയോ ഒന്നും അറിയില്ല. ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്താൻ പറ്റുമോ മാഡം, അതും ഭർത്താവില്ലാതെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പം കുട്ടി വേണോ വേണ്ടയോ, വളർത്തണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. എത്രയോ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അമ്മായിമ്മ പോലും ഈ പറഞ്ഞതുപോലെ വേറൊരു കല്യാണം കഴിക്കാതെ കുട്ടിയെ വളർത്തിയില്ലേ. അപ്പം ഫിനാൻഷ്യലി ഓക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ സപ്പോർട്ടിന് ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാം. പക്ഷേ അച്ഛൻ ആരാണ് അല്ലെ എങ്ങനെയാണെന്ന് വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാകുമ്പോഴേക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയൊരു ചോദ്യം വരും. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് തല കുനിക്കാതെ ഇതിൻ്റെ സ്വകാര്യതയാണ്, എനിക്കിഷ്ടമുള്ളതാണ് എൻ്റെ ജീവിതം എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ഏത് രീതിയിലും മുന്നോട്ട് പോകാം. പിന്നെ ഒരു കുട്ടി വളർന്നു വരുമ്പോഴേക്കും ആ കുട്ടിക്ക് സംശയങ്ങൾ കാണും. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പല ഉത്തരങ്ങളും ആ കുട്ടിയോടും ആൾക്കാർ ചോദിക്കും. അപ്പോഴും അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എടുത്ത് ധൈര്യസമേതം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ സെൻറ്റിമെൻറ്റ്സും പ്രശ്നങ്ങളുമൊക്കെ എല്ലാ കാലത്തും നിങ്ങളുടെ ജീവിതത്തെ പിന്തുടരും. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിച്ച നിങ്ങൾ ചിലപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു സ്റ്റൈലിലേക്ക് ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് വേണം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കാര്യമല്ലേ അതങ്ങ് ഒഴിവാക്കിയായിരുന്നു. അപ്പോൾ നന്നായിട്ട് വളർത്താൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വരും വരായികൾ ആലോചിക്കുക. ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കാം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഉപദേശം.